വിശദാംശങ്ങളിലേക്ക് പോകാം. എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ അധികൃതരെയും ജീവനക്കാരെയും ഡൽഹിയിൽ ചർച്ചയ്ക്ക് വിളിച്ചു. മെഡിക്കൽ ലീവ് എടുത്ത് ജോലിയിൽ പ്രവേശിക്കാതിരുന്ന 25 ജീവനക്കാരെ എയർ ഇന്ത്യ അധികൃതർ പിരിച്ചുവിട്ടു. സമരത്തെ തുടർന്ന് ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൽ പ്രതിസന്ധി തുടർന്നു. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് 90-ലധികം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അധികൃതർ കടുത്ത നടപടി സ്വീകരിച്ചത്. ന്യായമായ കാരണമില്ലാതെയാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും 100-ലധികം പേരുടെ മെഡിക്കൽ ലീവിന് പിന്നിൽ കൂട്ടായ തീരുമാനമുണ്ടെന്നും പിരിച്ചുവിടൽ നോട്ടീസിൽ അധികൃതർ ചൂണ്ടിക്കാണിച്ചു. ബദൽ സംവിധാനമൊരുക്കാത്ത എയർ ഇന്ത്യ അധികൃതരുടെ നടപടിയിൽ കണ്ണൂർ, കരിപ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. വിസ കാലാവധി അവസാനിക്കുന്നവരും അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവരുമാണ് എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥ കാരണം വലിയ ദുരിതത്തിലായിരിക്കുന്നത്. 11-ാം തീയതി നമ്മളെ വിസന്റെ കാലാവധി ഡേറ്റ് തീരുകയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ വന്നപ്പോ ഇവര് പറഞ്ഞ പ്ലേറ്റ് ഇല്ല, 11-ാം തീയതി പോകാന്നാ പറഞ്ഞത്. 11-ാം തീയതി നമ്മളെ ലീവ് തീരുകയാണ്. 17-ാം തീയതി വരെ ഇവരെ സമരം നടന്നുകൊടുക്കുകയെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ 11-ാം തീയതി ടിക്കറ്റ് കിട്ടി? നമുക്ക് സാധാരണ ഒരു ക്യാൻസൽ ആണെന്ന് ഒരു വിളിച്ച് പറയണം, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരണം. ഒന്നും തന്നില്ല. ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും, അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല. ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നു, നാളേക്ക് കൺഫേം ഇല്ല, മറ്റന്നാളേക്ക് നോക്കാം. അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്നതിന്. സർവീസ് കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് നിർത്തി പോയിക്കൂടെ. ഇവിടെ ഇന്ന് രാവിലെ എത്തിയത് അറിയുന്നത് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ക്യാൻസലാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റിലാണെങ്കിൽ തിരിച്ചുകൊണ്ട് കണ്ണൂരേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നിരവധി സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ. സമരത്തെ തുടർന്ന് കണ്ണൂരിൽ ഇന്ന് 4 സർവീസുകൾ റദ്ദാക്കി. 4:20-ന്റെ ഷാർജ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. കരിപ്പൂരിൽ അലൈൻ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. 8:30-ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം, മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.